കല്യാണാലോചനയ്ക്കാണ് വന്നത്. എടി അവൻ എന്താ ഒരു കുറവ്? അഴകില്ലേ, ആരോഗ്യമില്ലേ, 2 ഏക്കർ നിലം, 1 തെങ്ങും പുരയിടം, നല്ല വില നടത്തുന്ന ഒരു പപ്ര കച്ചവടം, ഇതൊന്നും നിന്റെ കണ്ണിന് പിടിക്കുന്നില്ലല്ലേ? അപ്പൊ പശുവും തൊഴുത്തുവോ? ആ, അത് വേറെ. എനിക്ക് വേണ്ടെന്ന് വെച്ചാ വേണ്ട. 1 2 അല്ല, 26ാമത്തെ ആലോചനയായത്. ഇത് നിനക്ക് വേണ്ടാന്ന് വെച്ചാ പച്ചവെള്ളം ഞാൻ തരത്തില്ല. എന്റെ ലക്ഷ്മിക്കുട്ടി, നീ കിടന്ന് തിളയ്ക്കാതെ. 8ഉം പൊട്ടും തിരിയാത്ത കൊച്ചിനോട് വർത്താനം പറയുന്ന രീതിയാണത്. എന്റെ മോളോട് ഞാൻ പറയാം. അച്ഛന്റെ മോള് ആ പയ്യനെ ശരിക്കും കണ്ടോ? നല്ല സിനിമാ നടനെ പോലെ ഇരിപ്പില്ലേ? ആരെ പോലെ ആയാലും എനിക്ക് വേണ്ട. എന്റെ മോളെ, നീ ഇങ്ങനെ വാശി പിടിച്ചാൽ അച്ഛൻ ചങ്ക് പൊട്ടി ചത്തുപോകും. നിനക്കിളയതില്ലേ 3-4 കൊച്ചുങ്ങൾ? നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് പുന്നാരം പറഞ്ഞിട്ട് അവള് തലയെ കയറുന്നത്. വല്ലവനുമായിട്ട് പ്രേമോ കുന്തോണ്ടെങ്കിൽ മനസ്സിലാക്കാം. വരുന്ന ഒരുത്തനെ അവൾക്ക് പിടിക്കൂല. എടി സത്യം പറ, നിന്റെ ഉള്ളിലിരിപ്പ് എന്താ? കല്യാണത്തക്കം പട്ടണത്തിൽ നിന്ന് വരണം. ചേച്ചി പട്ടണത്തിലേക്ക് കൊണ്ടുപോകണം. ചെക്കൻ പാന്റ് ഷർട്ട് ഇടണം, ഇംഗ്ലീഷ് പറയണം, പരിഷ്കാരം വേണം, സിഗരറ്റ് വലിക്കണം, പട്ടണത്തിൽ പോണം, ഇംഗ്ലീഷ് പഠിക്കണം, നിന്റെ അമ്മയുടെ തല വേണം. ഇതിന്റെ ഇടയ്ക്ക് ആ പീക്രാന്തി ഉണ്ടല്ലോ. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? രാധയ്ക്ക് ഇതുവരെ 26 കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ചോദിച്ച അതേ ചോദ്യമല്ലേ ഇപ്പോഴും ചോദിക്കുന്നത്? ഞാൻ ആരാ? വാസുണ്ണി. അല്ല, അമ്മാവന്റെ ആരാ? അനന്തരവൻ. ആണേ. ഞാനിവിടെ വരുമ്പോ എനിക്ക് വയസ്സ് എത്രയായിരുന്നു? 26 തവണ ഞാൻ പറഞ്ഞതല്ലേ 12. അന്ന് എന്റെ അമ്മാവന്റെ മുമ്പിൽ കിടന്ന് മരിക്കുമ്പോ അമ്മാവൻ കൊടുത്ത വാക്കെന്തുവാ? അന്ന് അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി. രാധയെ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന്. 12 വയസ്സ് മുതൽ നീ ഇതേ ശരണമെന്ന് പറഞ്ഞ് നടക്കുമെന്ന് ഞാൻ കരുതിയോ? മരിക്കാൻ നേരത്തെ ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അമ്മാവാ? എടാ വാസുണ്ണി, എന്റെ സഹോദരി, നിന്റെ അമ്മ മനസമാധാനത്തോടുകൂടി മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് ഒരു ഭംഗി വാക്ക് പറഞ്ഞു. എന്നാൽ എന്റെ അമ്മയ്ക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ അമ്മയുടെ ആത്മാവ് കരഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം ചുറ്റിക്കറങ്ങുന്നുണ്ട്. അവളെ കാണുമ്പോ ഞാൻ പറഞ്ഞോളാം, നീ സമാധാനമായിട്ടിരിക്കും. ഇന്നലെ രാത്രിയിലും സ്വപ്നത്തിൽ വന്ന് എന്റെ അമ്മ എന്നോട് ചോദിച്ചു, എന്താ മോനെ നിനക്കൊരു വിഷമം? എടാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പട്ടവും പറപ്പിച്ച് നടക്കുന്ന നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാടാ രാധയെ പറഞ്ഞേക്കുക? ഇപ്പൊ ഞാൻ അങ്ങനെ നടക്കുന്നത് ശരി തന്നെ. പക്ഷെ രാധയെ കെട്ടിയാൽ ആ സെക്കൻഡിൽ അമ്മാവനേക്ക് ഓഹരി തരണ്ടേ? എന്നിട്ട് അതിൽ കെങ്കേയമായി കൃഷി ഇറക്കി ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമാ. വാസുണ്ണി, നീ എന്നെ ഇങ്ങനെ ഞെക്കി പിടിയരുത്. ഓരോ കല്യാണക്കാര് വരുമ്പോഴും അപ്പ നീ എന്നെ വിളിക്കും. അത് കാണുമ്പോഴേ എന്റെ തല എങ്ങനെ കറങ്ങും. അവൾക്കാണെങ്കിൽ നിന്നെ എന്നല്ല, അന്വേഷിച്ചു വരുന്ന ഒരുത്തനെയും പിടിക്കൂല. പട്ടണത്തിൽ നിന്ന് വേണം പോലും, പട്ടണത്തിൽ നിന്ന്. എന്താണാവോ പട്ടണത്തിൽ? ആരാണ്? പട്ടി. അല്ല, ചേട്ടൻ എന്താ കസേര പിടിച്ചിട്ട് വഴി മുടക്കിയിരിക്കുന്നേ? പട്ടിയും പൂച്ച നാട്ടിക്ക് കയറാതിരിക്കാനാ. ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ. സഹായം ചോദിക്കൽ പകലായാ പോരെ? വളരെ അർജന്റാണ് ചേട്ടാ. വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം. എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് 12 വയസ്സായിരുന്നു. അന്ന് മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട് രാജിച്ചെന്നാരി സത്യം ചെയ്ത് പറഞ്ഞതാ, രാധയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി? എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. ഓടിയാത് വാതിലടച്ചിട്ട് പോവും. പൊക്കോളൂ. രാജിച്ചൻ അമ്മാവനോട് ചേട്ടൻ ഒന്ന് പറയണം. സംസാരിക്കാം. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം. നാളെ കാലത്ത് സംസാരിക്കാൻ. പൊക്കോളൂ. തള്ളല്ലേ, വെച്ചോളാം. ടോർച്ച് ടോർച്ച് ടോർച്ച്. ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവം മനുഷ്യ സ്ത്രീയെ പൂട്ടിയിടും. വയസ്സ് കാലത്തൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഈ പറമ്പ് കാലി കുത്തിക്കൂടെന്നായി. പാല്. നിങ്ങൾ തനിച്ചുള്ള? അതെ. ചേച്ചി എന്തി? ചേച്ചി വീട്ടിലുണ്ട്. എന്താ വരാത്ത? ചേച്ചിക്ക് നാണം. നാണോ? എന്തിനാ? എന്തിനാന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാലേ ചേച്ചിയോട് ഇങ്ങോട്ട് വരാൻ പറയോ? പറഞ്ഞാലും ചേച്ചി വരില്ല. എന്താ? നാണം. ഞാനേ ഒരു എഴുത്തെഴുതി തന്നാലേ
അത് ചേച്ചിക്ക് കൊടുക്കൂ. കൊടുക്കാം. പോരാ. ഇയാൾക്ക് ചേച്ചിയെ കാണണമെങ്കിൽ വീട്ടിൽ വന്ന് കണ്ടൂടെ? ചെലപ്പോ ഇയാൾക്ക് ഞാനാവും. അത് ശരിയാ. ചേച്ചിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ആ പൊക്കോ. പ്രിയപ്പെട്ട രാധേ, പ്രിയപ്പെട്ട രാധേന്ന്. വളരെ അത്യാവശ്യമായി ഒന്ന് കാണണം, വരുമോ എന്ന് ഞാൻ വീട്ടിൽ പോടാ. നിന്നെ ചേച്ചി, അയാള് ചേച്ചിക്ക് ഒരു കത്ത് എഴുതുന്നു. എന്നിട്ട് എവിടെ? വഴിക്ക് വെച്ച് വാസുണ്ണീട്ടും വാങ്ങിച്ചു. നിങ്ങൾ എന്തിനാ കൊടുത്തത്? കൊടുത്തതല്ല, എന്റെ തട്ടിപ്പറിച്ചതാ. തട്ടിപ്പറിക്കാൻ എന്തിനാ സമ്മതിച്ചു? പോയി വാങ്ങിട്ട് വാ. ഇല്ല, പോടാ. തലാരോടിക്കുന്നത് ഞാൻ ഇപ്പൊ പറയും. എന്താടാ? ഒന്നുമില്ലമ്മേ, ഞങ്ങള് വെറുതെ കളിച്ചതാ. കളിച്ചതല്ലമ്മേ, സുവേട്ടനെ തല്ല ഓടിച്ചതാ. എന്താ കാര്യം എന്ന് പറയടി. അമ്മേ ഞാൻ പറയാം. ഇവിടെ വാടി. എന്റെ പൊന്നു മോളെ, ഇപ്പോഴെങ്കിലും നിനക്കൊരാളെ ഇഷ്ടമായല്ലോ. വാ മോളെ. ഞാൻ പോരാ. ഒരാളെ ഒന്ന് തല്ലി തരണം. അല്ല, ആളാരാ? ആളെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ കേശവൻ ചേട്ടൻ ഒറ്റയ്ക്ക് പോരാ, ആളൊത്തിരി കരുത്തനാ. ഒരു 2-3 പേരും കൂടെ വേണം. കാശ് എത്ര തരും? കാശൊക്കെ ഞാൻ തരാമെന്നേ. നമ്മളിനി അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാനില്ലേ. അതുകൊണ്ടാ കടം പറ്റില്ലെന്ന് പറഞ്ഞത്. ചേട്ടാ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടന് ആവശ്യമുള്ള പണം ഞാൻ തരാം. എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞിട്ടല്ല. അയ്യോ, അതിന് മുമ്പ് കല്യാണം. 50 രൂപ വെച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി. 50 രൂപയ്ക്ക് ഞാൻ എവിടെ പോവും? പിന്നെ സാറേ, വാസുണ്യ സാർ സാറേ ഓഫീസ് വിട്ട് വരികയായിരിക്കും. അതെ, ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. അടിയന്തരം ഒരു 50 രൂപ കടം വേണം. എനിക്കല്ല, രാരിച്ചരമ്മാവനാ, രാധയുടെ അച്ഛന്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സാറിന് 8-8 മണി വീട്ടിൽ ഉണ്ടാവോ? തരാനാ. ഇവിടെ ആളില്ലേ? ആരാ? ഞങ്ങളാ. എന്താ? കൂലിക്ക് തല്ലാൻ വന്നതാ. കൂലിക്ക് തല്ലാനാ? അതെ, നിങ്ങളെ. ഞാൻ ആരോടും തല്ലിനും വഴക്കിനും പോകാറില്ല. നിങ്ങൾ തല്ലണ്ട, ഞങ്ങൾ വലിക്കോളാം. എന്നെ അടിക്കരുത്. ഞാൻ ഒരു സമാധാനപ്രേമിയാ. ഒരു കവലിൽ അടിച്ചാൽ മറു കവലും കാണിക്കുക, അതാ എന്റെ ആദർശം. ഇതാ. അപ്പൊ താനല്ലയോ പറഞ്ഞു സമാധാനപ്രേമിയാണെന്ന്? അത് ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചതാ. ഇപ്പോഴത്തെ കാലത്ത് പറ്റത്തില്ല.
ചോമയുണ്ടെ ഒറ്റ കെട്ടിക്ക് വാടാ. അയ്യോ സാറേ, എന്നൊന്നും ചെയ്യരുത്. ആ വാസുവിന് പറഞ്ഞയച്ചു വന്നതാ. അവന്റെ പെണ്ണിന് സാറ് നോക്കാതിരിക്കാൻ. അയ്യോ, സാറിന്റെ തേജസ് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ കയ്യിൽ നിന്ന് കാശും വായിച്ചേ. എന്നെ കിണറ്റിലിടരുത്. അതെ, ഈ അടിപിടി എനിക്ക് വലിയ പരിചയമില്ലാത്ത. അപ്പൊ നീ അതെന്നെ കൊണ്ട് ചെയ്യിച്ചത്. അതുകൊണ്ട് ഈ ഷർട്ടൊക്കെ കഴുകി ഒരു 50 തൊട്ട് വെള്ളം കോരി ചൂടാക്കി എന്നെ കുളിപ്പിച്ചിട്ട് പോയാൽ മതി. എന്തോ ഒരിക്കൽ തൊട്ടിയോടെ തൊട്ടി. എത്ര തൊട്ടി? 50 തൊട്ടി. അയ്യോ, പയ്യൻ നല്ല മിടുക്കനാ. നടന്നാ നമ്മുടെ ഭാഗ്യം. ലക്ഷ്മി കുട്ടിയെ പറഞ്ഞാ നീ വിശ്വസിക്കില്ല. അവന്റെ ഈ വീട്ടിലോട്ടുള്ള ആദ്യത്തെ ആ വരവുണ്ടല്ലോ, ആ വരവ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇതൊരു വരവാണെന്ന്. അവൻ ഈ വീട്ടിലോട്ട് കയറിയത് വലതുകാലി വെച്ചാ. ഏത് കാലി വെച്ച് കയറിയാലും വേണ്ടതല്ല. അവക്കിഷ്ടമായല്ലോ, എനിക്കത് മതി. എങ്ങനെങ്കിലും ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാ 7-8 വർഷത്തേക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങളൊന്ന് പോയി ചോദിക്കുന്നേ, എന്തോന്ന് കല്യാണം എപ്പോഴാണ് നടത്തുന്നതെന്ന്. അത് കൊള്ളാം. അവൻ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണ് ചോദിക്കേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് ഗമയൊക്കെ കാണിച്ച് ഒടുവിലങ്ങ് സമ്മതിക്കും. നിങ്ങൾ അങ്ങോട്ട് ചെന്നാ മതി, അയാൾ ചോദിച്ചോളൂ. ഇപ്പൊ നമ്മളോട് എങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ചിരിക്കായിരിക്കും. എന്നാലും എനിക്കൊരു വിലയില്ലേ ലക്ഷ്മി കുട്ടി? ഓ, വിലയ്ക്ക് ഒരു കുറവും വരത്തില്ലെന്നേ. നിങ്ങൾ ഒന്ന് പോയി നോക്ക്. ആ, നീ ആ കൊടയും തോർത്തും എടുക്ക്. അയ്യോ, ദേ വരുന്നുണ്ട് ദുശകുനം. നാരായണ നാരായണ നാരായണ. കത്തിന്റെ കാര്യം അമ്മ അവൻ അറിഞ്ഞോ? അറിഞ്ഞു. എന്തു തോന്നി? അവൾക്ക് നല്ല കാലം വന്നു എന്ന് തോന്നി. മരിക്കാൻ നേരത്ത് അമ്മാവൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മറന്നോ? മറന്നിട്ടല്ല വാസുണ്ണി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുമ്പോ നിന്റെ അമ്മ എന്റെ അടുത്ത് വന്നു. അവളെ രാരിച്ച എഴുന്നേൽക്ക്. കല്യാണത്തിന് മാത്രം പെൺകുട്ടികളുടെ അഭിപ്രായത്തിന് എതിര് നിൽക്കരുത്. നീ എനിക്ക് തന്ന വാക്ക് ദാ തിരിച്ചെടുത്തോ. ഞാൻ വാസുണ്ണിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും വാസു? മോനെ, മോരും വെള്ളം കുടിച്ചിട്ട് പോടാ. ലക്ഷ്മിക്കുട്ടിയെ, ഇനി ആ കൊടയും തോർത്തും കിടത്തും. ഇവിടെ ഒന്നും കാണാറില്ലല്ലോ. അതുകൊണ്ടല്ലേ വന്നതായിരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ആ, എനിക്കും.
ഈ പടങ്ങളെല്ലാം കൊള്ളാൻ കേട്ടോ. അതെ. പിന്നെ ഇത്തവണത്തെ കാലവർഷം വളരെ മോശം. അതെ അതെ. പിന്നെ എന്താ എന്താ അല്ല, കുടിക്കാൻ കാപ്പി എനിക്കൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്നല്ലേ വരുന്നത്. ആ ഇരിക്കൂ ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട്? കൊള്ളാമെന്നു. അപ്പോ ഞാൻ ഇറങ്ങിയിട്ട് വരാം. അപ്പോ ഞാൻ പോയിട്ട് വരാം. ശരി. എന്താ എന്താ പ്രത്യേകിച്ച് വല്ലതും? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിയെന്നുള്ളൂ. ഞാൻ പോയിട്ട് വരാം. കാറ്റ് വന്നു കള്ളനെ പോലെ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ വീട് ഏതാ? വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിങ്ങളാരാ? വിനയന്റെ അനിയനാ. അയ്യോ, വിനയൻ സാറിന്റെ വീട് ഇവിടെ ഇല്ല. പിന്നെ ഇവിടുന്ന് പടിഞ്ഞാറോട്ട് ഒരു 15 മൈല് പോണം. അവിടുന്ന് തെക്കോട്ട് ഒരു 8-8.5 മൈലും കൂടെ പോണം. പിന്നെ ഒരു പള്ളിയാണ്, പഴകുറ്റിപ്പള്ളി, അതിന്റെ തൊട്ടടുത്താ. ഇവിടെ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് പഴയ പള്ളി. ഇവിടെ അല്ല, ഇത് പഴകുറ്റിപ്പള്ളി, അവിടെ. വെരി കൈൻഡ് ഓഫ് യു. ഗ്രാമസേവക ഗ്രാമസേവക. നീ എന്താടാ ഈ നേരത്തെ ഇവിടെ? ചേട്ടനെ കാണാൻ. എന്നെ കാണാനോ? വാ. എന്താടാ ബാബു, വീട്ടിലെന്നെ വിശേഷിച്ച്? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. നീ രാത്രിയില് എന്താ എനിക്ക് എന്റെ ചേട്ടനെ കാണാൻ വന്നൂടെ? പിന്നെ പകല് തന്നെ ഞാനിവിടെ എത്തേണ്ടതാ. നല്ലവനായ നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു. ഓ, ഭയങ്കര ക്ഷീണം. നീ വല്ലതും കഴിച്ചോ? എന്ത് കഴിക്കാനാ? എന്നാ വാ, വല്ലതും കഴിച്ചു ചേട്ടൻ പറഞ്ഞു. മോളെ, ആ പാല് കുപ്പി ഇങ്ങെടുത്തേ. ഇതാ അമ്മേ. അല്ലേ, നീ പാല് കൊണ്ടുപോകാൻ കാത്തു നിൽക്കായിരുന്നോ? മോളിത്തിരി വെള്ളം ഇങ്ങെടുത്തേ. വേണ്ട അമ്മേ, അതിൽ വെള്ളം ഒഴിക്കണ്ട. എടി, നീ ആണ് കൊള്ളാമല്ലോ. ശരി, വേണ്ടെങ്കി വേണ്ട, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കേട്ടോ, മോള് പറഞ്ഞത് കേട്ടോ? കേട്ടു കേട്ടു. 10 ഗുണം 10 ഗുണമെന്നല്ലേ നിന്റെ അല്ലേ മോള്? ആണുങ്ങളെ വീഴ്ത്താൻ വേറെ ആരെങ്കിലും പഠിപ്പിക്കണോ? പിന്നെ ഞാൻ എത്ര ആണുങ്ങളെയാണ് വീഴ്ത്തിയത്? ഒന്നുമില്ലെങ്കിൽ നീ എന്നെ വീഴ്ത്തില്ലേ? അതൊക്കെ പറ, പിള്ളേര് കേക്കും. മിണ്ടല്ലേ, ഇതെന്റെ അനിയനാ, ഇന്നലെ വന്നതാ. രാധ ഇപ്പൊ പൊയ്ക്കോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പുഴക്കരി വരാം, അവിടെ ചെയ്യണം. വരൂ. ചേട്ടാ, എനിക്ക് നീന്തി കുളിക്കണം. എവിടെ പുഴ? പുഴയോ? നീ പുഴയിലൊന്നും കുളിക്കണ്ട. പരിചയമില്ലാത്ത വെള്ളത്തിൽ കുളിച്ചാ വല്ല ജലദോഷം മറ്റു വരും. അപ്പൊ ഇവിടുന്ന് പോകുന്നവരെ ഞാൻ കുളിക്കാൻ പാടില്ലേ? ദേ കിണറുണ്ട്, തൊട്ടിയിരിപ്പുണ്ട്, വേണമെങ്കിൽ കോരി കുളിച്ചു. അതും എനിക്ക് പരിചയമില്ലാത്ത വെള്ളമല്ലേ? പറയുന്നേക്ക് ബാബു, ഞാൻ ഒന്ന് മുങ്ങി തോർത്തിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് വേണമെങ്കിൽ നിനക്ക് വെള്ളം ചൂടാക്കി തരാം.
ചേട്ടാ ഈ നാട്ടിൻപുറത്ത് വന്നിട്ട് ഒന്ന് നീന്തി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ രസം. ഇവിടുത്തെ പുഴ നീ കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ആ നിന്റെ സ്വിമ്മിംഗ് പൂൾ പോലൊന്നും അല്ല. ആഹാ. ഭയങ്കര ഒഴുക്കാ. പരിചയമില്ലെങ്കിൽ പോക്ക് തന്നെ. എന്നാ നമുക്ക് ഒരുമിച്ച് പോകാം. ചേട്ടനുണ്ടെങ്കിൽ പിന്നെ പേടിക്കാനില്ലല്ലോ. ബാബു പറയുന്നതൊക്കെ വാതിലൊക്കെ തുറന്നു കിടക്കാം. രണ്ടാളും കൂടെ ഒന്നിച്ച് പുറത്തു പോയാ ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടില്ല. എന്തൊക്കെയാ കൊണ്ടുവന്ന് പറയാൻ പറ്റില്ല. വാതിലൊക്കെ ഇപ്പൊ അടയ്ക്കാം. വേണ്ട, നീ വരണ്ട. നിർബന്ധമാണെങ്കിൽ ഞാൻ വന്നിട്ട് പോക്കോ. ഇവിടെ പോയി മുൻവശത്തിരിക്കാൻ. ശരി. എത്ര നേരം ഞാൻ കാത്തു നിൽക്കുകയാണെന്നറിയോ? അതിന് അവിടെ നിന്നൊന്ന് ഊരി കിട്ടിയിട്ട് വേണ്ടേ? കുളിക്കാൻ അനിയനും കൂടെ ഉണ്ടെന്നുകൊണ്ട് ഭയങ്കര ബഹളം. എന്നിട്ട് എങ്ങനെ ഒഴിവാക്കി? അതൊക്കെ വളരെ വിദഗ്ധമായി ഞാൻ കൈകാര്യം ചെയ്തില്ലേ. അനി എന്തിനാ വന്ന്? എന്തിനാന്നറിയില്ല. അവനൊരു ടൈപ്പാ. വെറുതെ കറങ്ങാൻ ഇറങ്ങിയതോ. ഇന്ന് തന്നെ പറഞ്ഞയച്ചേക്കാം. പിന്നെ എണ്ണ തേച്ചില്ലേ? ഇല്ല. എന്താ പെൺകുട്ടികളുടെ മുടിക്ക് കാച്ചി എണ്ണയുടെ സുഗന്ധം വേണ്ടേ? ഞാൻ ആഴ്ചയിൽ ഒരിക്കലേ തലയിൽ എണ്ണ തേക്കാറുള്ളൂ. അവർക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവോ? ഞങ്ങളുടെ ചേച്ചി അവിടെ. ചേച്ചിയോ? ആ, ഏത് ചേച്ചി? രാധ ചേച്ചി. ആ രാധ ചേച്ചിയോട് വന്നിരുന്നു. വന്നിട്ട് പോയി. എവിടെ പോയി? കാക്ക കൊത്തിക്കൊണ്ട് പോയി. നിങ്ങളാരാ? ബാബു. ഈ വണ്ടി നിങ്ങളുടെയാണോ? അതെ. എന്നെ കയറ്റിയിരുത്ത് ഒന്ന് ഓടിക്കോ. ഉം? എന്നെയും എല്ലാവരെയും എത്തി ഓടിക്കാം. പക്ഷെ എനിക്കൊരു ഉപകാരം ചെയ്യോ? ചെയ്യാം. ചെയ്യാം. ഞാൻ പുറത്തു പോയി വരുന്നവരെ നിങ്ങൾ ഇവിടെ കാവലിരിക്കണം. ഇരിക്കാം. ആ ബാ. അടുത്തയാൾ. ഞാൻ വരുന്നവരെ കാത്തിരിക്കണം. ഇരിക്കാം. വേഗം